ഇപ്പൊ സീരിയലുകളെക്കാൾ കൂടുതൽ സീരിയൽ താരങ്ങളെ കുറിച്ചാണ് കേരളം സംസാരിക്കുന്നത്. ആൻഡ് ഞാനിപ്പോ ഒരു സീരിയൽ കില്ലറിനെയാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റാർ ജാമിൽ 22 വർഷത്തെ കഥകൾ പറയാനായിട്ട്, ഒരു ലോങ് ജേർണിയുടെ സ്റ്റോറി പറയാനായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ നടി എന്റെ കൂടെ ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്, വിവാദമല്ല. നോ പ്രോബ്ലം. വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ എന്റെ കൂടെ ഉള്ളത് ബീന ആന്റണി. ഹായ്. ഹായ്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ശരിയാണോ, സീരിയലുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ സീരിയൽ നടികളാണോ പോപ്പുലർ? തീർച്ചയായിട്ടും. എന്നും വിവാദങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് സീരിയൽ ആൾക്കാർ. അതെങ്ങനെ എടുക്കുന്നു ആ വിവാദം? ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്ത് പോസിറ്റീവ്? ബിക്കോസ് എന്താന്ന് കാര്യം അറിയോ, എന്റെ ഒരു കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ പറയാം, ഞാൻ എനിക്ക് ഒരുപാട് ഫേസ് ചെയ്യുന്നിട്ടുണ്ട് വിവാദങ്ങളിൽ. ഞാൻ ഒരുപാട് ഫേസ്, പക്ഷെ അന്നൊക്കെ ഭയങ്കരമായിട്ട് ഡെസ്പ് ആവുക, ഞാൻ തളർന്നു പോവുക, എന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിൽ വലിച്ചെടുക്കുന്നു എന്നൊക്കെ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എന്റെ കൊളീഗ്സും എന്റെ വെൽ വിഷേഴ്സും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീന ഇതൊരു എനർജി ആയിട്ട് എടുക്കണം. കിച്ചു പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാണ്. കൃഷ്ണകുമാർ എന്റെ ഫ്രണ്ട് ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സീരിയൽസ് വർക്ക് ചെയ്ത കൃഷ്ണകുമാർ അല്ലേ, ഈ ആക്ടർ കൃഷ്ണകുമാർ. അവൻ പറയും, എടി മാങ്ങയുള്ള മാവിലല്ലേ എടി കല്ലെറിയൂ, നിന്നെ കല്ലെറിഞ്ഞാലല്ലേ ആളുകൾ വായിക്കുള്ളൂ, അതുകൊണ്ട് നിന്നെ എടി എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ദൈവമേ വരണേന്ന് ഓർത്ത് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞു. പക്ഷേ സീരിയൽ നടിമാർ സത്യത്തിൽ മാങ്ങയുള്ള മാവാണോ? അതുകൊണ്ടാണ് എല്ലാവരും കല്ലെറിയുന്നത്. ആയിരിക്കാം ചിലപ്പോ. ബീന ആന്റണി പിന്നെ അങ്ങനെ കല്ലേറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി വേണ്ട. ഞാൻ കാരണം കല്ലേറൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോ സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ പുതിയ കുട്ടികൾ വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ, അവരറിയട്ടെ. ഞാനിപ്പോ ഓരത്തേക്ക് മാറി നിൽക്കുകയല്ലേ. എന്ത് ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ല ഈ ഷോയില്? ഷാൻ എന്തും ചോദിച്ചോ, നോ പ്രോബ്ലം. ഞാൻ എപ്പോഴും ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് അതിനകത്ത് കള്ളത്തരങ്ങളൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് എന്തും ഷാൻ ചോദിക്കാം. ഞാൻ വളരെ സത്യസന്ധമായിട്ട് അതിന് ഞാൻ ഉത്തരം പറയുന്നത്. ഭയങ്കര ഗട്സ് ഉള്ള ഒരു ആക്ട്രസ് ആണ് ബീന ആന്റണി. അത് തോന്നുന്ന കേട്ടോ, പക്ഷെ ഞാൻ വളരെ ഗട്സ് കുറഞ്ഞ ആളാണ്. എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ള അതൊക്കെ ഉണ്ട്. എന്തിനാ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ കുറെ രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കും. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ആക്ട്രസ് ബീന ആന്റണി ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ആക്ടർ ബീന ആന്റണിയുടെ കൂടെ ഒരു ഷോ. ദിസ് ഇസ് സ്റ്റാർ ജാം ആൻഡ് എന്റെ പേര് ഷാൻ. വെൽക്കം ബാക്ക് ടു മൈ ഷോ മാം. എത്ര സീരിയൽ അഭിനയിച്ചു ലൈഫിൽ? എനിക്ക് കണക്കെടുക്കാൻ പറ്റിയിട്ടില്ല ഷാൻ ഇതുവരെ. ഇത്ര വർഷം കൊണ്ട് കാരണം ഒരു മാസം പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ. അപ്പൊ ഞാൻ എങ്ങനെ കണക്കെടുക്കുക? എത്ര വർഷമായി അഭിനയിക്കുന്നു സീരിയലിൽ? 21 years ആയിട്ടുണ്ടാവും. 21 വർഷമായി. മാം അഭിനയിക്കാൻ തുടങ്ങുന്ന ദിവസം ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും. ശരി. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ബീന ആന്റണി. കേരളത്തിലെ ഓഡിയൻസിനെ കുറിച്ച് ബീന ആന്റണിക്ക് എന്താ അറിയാം ഈ 21 വർഷം കൊണ്ട്? ഞാൻ അറിഞ്ഞ ഓഡിയൻസ് എനിക്ക് പറയുന്നു, എന്നെ നെഞ്ചിലേറ്റിയവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്നെ ക്രൂശിക്കാൻ നോക്കിയവരുണ്ട് എന്റെ അകത്ത്. ക്രൂശിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ സ്ത്രീ എന്ന നിലയിൽ നമ്മളിപ്പോ ഞാനൊരു സാധാ പെൺകുട്ടിയാണെങ്കിൽ ഒന്നുമല്ല, ഞാനിപ്പോ ഒരു ആർട്ടിസ്റ്റ് അല്ല, ഒന്നുമല്ല, അതേ വെറുതെ ഞാൻ സാധാ ഒരു വീട്ടിലെ പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ പറയാണ്, ഒരു പെൺകുട്ടിയെ ഏതെല്ലാം രീതിയിൽ ക്രൂസിഫൈ ചെയ്യാം, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ. ക്രൂസിഫൈ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്തൊക്കെ പറഞ്ഞു ക്രൂസിഫൈ ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഞാനാണ് അതിന്റെ അകത്ത് പിന്നിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ മീൻസ് അതൊക്കെ എനിക്ക് പറയാൻ പോലും നാണമുള്ള ചില കഥകളിലൊക്കെ നായിക ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പേര് അതിലൊക്കെ വലിച്ചഴിച്ച്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഒരിക്കലും ഒരു നല്ല ഒരു മാഗസീനോ നല്ല ഒരു പത്രമോ ടീപ്പോയിൽ ഒരു നല്ലൊരു സദസ്സിലിടാവുന്ന ഒരു മാഗസീനോ പത്രത്തിലോ ഒരിക്കലും എന്നെ പറ്റി ഒരു മോശം അടിച്ചു വന്നിട്ടില്ല കേട്ടോ. മാഗസീനുകളാണ് പ്രശ്നം. തീർച്ചയായും. അപ്പൊ അത് വായിച്ച് രസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ഓഡിയൻസും ഉണ്ടാവും. ഞരമ്പ് രോഗികളുടെ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ വേറെ. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോ ചിരിയാ വരുന്ന വേറെ. സത്യത്തില് ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവം ആൾക്കാർ ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ഇല്ലേന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ അത്ര ആളുകൾ അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സീരിയലിന്റെ ഒരു നിലവാര തകർച്ചയൊക്കെ ചിലപ്പോൾ അതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തിനാ സീരിയലിൽ അഭിനയിക്കണേ ഇപ്പൊ? വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട്, വേറെ പണി അറിയാത്തതുകൊണ്ട്. ചില സീരിയൽ കാണുമ്പോ എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നും നമുക്ക് സീൻസ് കാണുമ്പോ. ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സീരിയൽ എടുക്കുന്നതെന്ന് നമ്മള് 1-2 സീൻ പറയോ? ഇല്ല, വേറൊരു ലെവലിലേക്കൊക്കെ കഥാപാത്രങ്ങൾ പോവാൻ നമുക്ക് ഭയങ്കര അരോചകമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ആക്ട്രസ് ബീന ആന്റണി ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ.
എന്റെ കൂടെ ആക്ട്രസ് ബീന ആന്റണി ആണ്. ആൻഡ് എനി ടൈം ഫോർ AK47. Are you ready? Yeah. AK47. ബീന ആന്റണിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സീരിയൽ ഹിറ്റ് ആവണമെങ്കിൽ ഡാഷ് റോൾ കിട്ടണം. അമ്മ, അമ്മായിയമ്മ, മരുമോൾ. അമ്മായിയമ്മ റോൾ കിട്ടണം. അപ്പോഴാണ് കൂടുതൽ പോപ്പുലർ ആവുക. അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ അമ്മായിയമ്മമാരാണ് ഇപ്പൊ രാക്ഷസികളായിട്ട് ഇങ്ങനെ നിന്നത്. ആ സീരിയലൊക്കെ ഹിറ്റാണ്. ഞാനിപ്പോ ഒരു അമ്മായിയമ്മ റോൾ ചെയ്തോണ്ടിരിക്കുന്നത്. വില്ലത്തി ചെയ്താലേ ഹിറ്റ് ആവുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അവർക്കാണ് ഇപ്പൊ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നത്. ഒരു സീരിയലിന് സത്യത്തിൽ മാക്സിമം ഡാഷ് എപ്പിസോഡ്സ് മതി. 500 എപ്പിസോഡ്. 500 തന്നെ അധികമല്ലേ? എന്നാ 250 മതിയല്ലേ? എനിക്കറിയില്ല. ഷാന്റെ താല്പര്യം. ഷാൻ പറയണ സീർ അങ്ങനെ പറയരുത്. കാരണം ഞാൻ ഈ ക്ലബ് FM നിർത്താൻ പറഞ്ഞാല് ഞാൻ അതുപോലെയാണത്. ആദ്യമായി സീരിയലിൽ എനിക്ക് ഡാഷ് രൂപ കിട്ടി. സീരിയലിന്നോ? 2000 ഒരു എപ്പിസോഡിന് അല്ല. അന്ന് എപ്പിസോഡ് അല്ല, ഒരുമിച്ച് വർക്ക് ചെയ്യുക. അന്ന് എപ്പിസോഡ് വൈസ് അല്ല, ഡെയിലി വേജസ് അല്ല. അന്ന് ഒരു സീരിയൽ ഒരു 5 എപ്പിസോഡാണെന്ന് ഞാൻ ചെയ്തത്. ആ 5 എപ്പിസോഡിന് 3-4 ദിവസം വർക്കില്ലേ, ആ ദിവസങ്ങൾക്ക് വേണ്ടിട്ട് തന്ന എമൗണ്ട് ആണ്. ഒരു സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു നടിക്ക് മിനിമം ഒരു ഡാഷ് മേടിക്കാം. ഒരു കാറൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. ഒരു 5-8 ലക്ഷം രൂപ കിട്ടും. അല്ല, 3 ലക്ഷത്തിനൊക്കെ വണ്ടി ഉണ്ടല്ലോ. ആദ്യമായി സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ഡാഷ് രൂപ കിട്ടി. 500 രൂപ. 500 രൂപ. 500 രൂപ. സത്യം. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സീൻ എന്താ ഇത്? മമ്മൂട്ടി ദാതയായിട്ടുള്ള കനൽക്കാറ്റില് ഒരു നത്ത് നാരായൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ ആ പുള്ളി രാത്രി ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് കക്കാനാന്ന് വിചാരിച്ച് കയറുന്നത്. അപ്പൊ എന്തായാലും എന്നെ കയറി പിടിക്കും. എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ പൊത്തിയിട്ട് അപ്പൊ ഞാൻ കരയുന്നു. എന്റെ അച്ഛനും അമ്മയും ഓടി വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ കള്ള പറയാ, അയ്യോ മകളാണെന്ന് പറയുമ്പോ പറവൂർ ഭരതനാണ് അച്ഛൻ. അങ്ങനെ ഒരു സീൻ. എന്റെ ആദ്യത്തെ ഡയലോഗ് ഡാഷ് ആയിരുന്നു. അമ്മേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ചിരിയുടെ ഉടമയുടെ പേരാണ് ബീന ആന്റണി. ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഇന്ന് നമ്മൾ സിനിമയേക്കാൾ കൂടുതൽ സീരിയലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റൈറ്റ് നൗ എന്റെ കൂടെ സീരിയൽ തുടങ്ങിയ കാലം മുതൽ ആ ഇൻഡസ്ട്രി അടക്കി ഭരിക്കുന്ന ഒരു നായികയുണ്ട്. ഹർ നെയിം ഇസ് ബീന ആന്റണി. ദ വെരി സീനിയർ, ദ വെരി ഗോർജിയസ് ബീന ആന്റണി is here with me. ഹായ് മാം. ഹായ്. ഒരു കാര്യം ചോദിച്ചിട്ട്, 3 കാലഘട്ടം 4 കാലഘട്ടം എത്ര കാലഘട്ടം കണ്ടു സീരിയലിന്റെ? അങ്ങനെയൊക്കെ ചോദിക്കല്ലേ ഷാൻ. ആദ്യം നായിക, പിന്നെ ഇടയ്ക്ക് ചേച്ചി, അത് കഴിഞ്ഞ അമ്മ, ഒരുപാട് തലമുറകളായിട്ട് റോൾ ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോ അമ്മയില് നിക്കുക. ടെൽ മീ, കുറച്ച് മുന്നേ ആയി പോയെന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ അമ്മ ആവണ്ടായിരുന്നു പലരും പറഞ്ഞു. ഇപ്പോഴും നായികയാണെന്നായിരിക്കും പറയുന്നത്. അങ്ങനെ വേണ്ട, നായിക അല്ലെങ്കിലും എനിക്ക് എന്നെ ഈ ഒരു ഏജിൽ ബേസ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വരില്ല. പക്ഷേ നല്ല കഥാപാത്രങ്ങൾ ഇപ്പൊ ഭയങ്കര എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മ വരുമ്പോ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്തിനത് കളയണം. അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും കുഴപ്പമില്ല. എന്താ പറഞ്ഞ? അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഞാൻ ചെയ്യും. അത് പ്രായം കൊണ്ടാണോ? അയ്യടാ, പ്രായം കൊണ്ടല്ല, എന്റെ കേപ്പബിലിറ്റി. മൈ ക്വസ്റ്റ്യൻ ഇസ്, പിന്നെ സിനിമ സംസാരിക്കുന്നത് ന്യൂ വേവ്, ന്യൂ ജനറേഷൻ തുടങ്ങിയ വാക്കുകളാണ്. സീരിയൽ അങ്ങനെ ന്യൂ ജനറേഷൻ സീരിയൽ ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല ന്യൂ ജനറേഷൻ സീരിയൽ. എന്താണ് ഇപ്പോഴത്തെ ജനറേഷൻ സീരിയലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ല, ഈ കഥയില്ലായ്മ, ഇപ്പൊ ഏത് രീതിയിലാണ് ആളുകൾ ഇതിനെടുക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ത് കൊടുത്താലാണ് ഈ റേറ്റിംഗ് പിടിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരക്കം പായാണ് ഈ നമ്മുടെ സീരിയൽ പ്രൊഡ്യൂസേഴ്സും ചാനൽസും. കഴിഞ്ഞ 20 വർഷമായിട്ട് അഭിനയിക്കുമ്പോൾ അറിയാലോ, ഈ സീനുള്ള സീരിയൽ ഈ എപ്പിസോഡിന് റേറ്റിംഗ് കൂടും. എത്ര എപ്പിസോഡുകൾക്ക് റേറ്റിംഗ് കൂടും? അമ്മായിയമ്മയുടെ പോര് മരുമോളെ പീഡിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ രണ്ടാനമ്മ ആദ്യ ഇതിലുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നതോ, അങ്ങനെ പീഡനങ്ങൾക്കൊക്കെയാണ് കൂടുതൽ റേറ്റിംഗ് വരുന്നത്. ഒരു അൺയൂഷ്വൽ ആയിട്ട് നമ്മൾ ചില സംഭവങ്ങൾ ചെയ്യില്ലേ, ഭാര്യ കൊല്ലാൻ പോകുന്ന ഭർത്താവ്. അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സീരിയലില് ചിലപ്പോ ആദ്യം മുതൽ ഒരു പോയിന്റിലേക്കായിരിക്കും കഥ പറഞ്ഞു വരുന്നത്. ഒരു പോയിന്റ് കാത്തിരിക്കുന്ന, ഒരു കുറെ വർഷങ്ങളായിട്ട് കാത്തിരിക്കണ്ടാവും ആ ഒരു പോയിന്റിലേക്ക് എത്താൻ. അന്നത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. കാരണം അവര് തമ്മിൽ കണ്ടുമുട്ടുന്നു, ഈ 2 കഥാപാത്രങ്ങൾ ഇന്ന് കണ്ടുമുട്ടുകയാണ്, അല്ലെങ്കിൽ അവർ ആ സത്യം തുറന്നു പറയുന്ന ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. സീരിയലിലെ 2 ക്ലീഷേഴ്സ് പറഞ്ഞുതരാമോ? കഴിഞ്ഞ 21 വർഷമായിട്ട് സീരിയൽ ഇങ്ങനെ തന്നെയാണ്. ഈ അമ്മായിയമ്മ മരുമകൾ സംഭവം ആദ്യം തുടങ്ങി, എന്നും അത് തന്നെയാണ്. അന്നും ഉണ്ടായിരുന്നു. പിന്നെ പണ്ടും ഉണ്ടല്ലോ. 21 വർഷം മുമ്പ് ഇത് തന്നെയായിരുന്നു കഥ. ഓൾമോസ്റ്റ് എന്ത് കഥ പറയുന്നു പറയാം. അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ രീതിയിൽ ചിന്തിക്കുന്ന ചില 1-2 വളരെ വിരലിലുണ്ടാവുന്ന ഡയറക്ടേഴ്സ്, അതാരും കാണൂല. പക്ഷെ അതിനൊക്കെ വളരെ വ്യൂസ് കുറവായിരിക്കും. ഹായ്, ഞാൻ ബീന ആന്റണി. സ്റ്റാർ ജാമിൽ ഷാന്റൊപ്പം ഇപ്പൊ ഞാനാണേ. Star Jam with RJ
RJ Sean. സ്ഥിരം സീരിയലുകളിൽ കാണുന്ന കുറച്ച് ക്ലീഷേഴ്സ് പറയാം. ആ ക്ലീഷേഴ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സീരിയലിലെ പരസ്ത്രീ ബന്ധം. സീരിയലിലെ പരസ്ത്രീ ബന്ധം എന്ന് പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത് പറയാതിരിക്കുക. ലൈഫ് എന്ന് നമ്മളൊരു ലൈഫ് എടുക്കും, സാധാ ലൈഫ്. ഒരാൾക്ക് ഭർത്താവ് ഉള്ള ഒരാൾക്ക് വേറൊരാൾ ബന്ധം വരുന്നു, ഒരാൾക്ക് ഭാര്യയ്ക്ക് എന്തെല്ലാം നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു. ഇത് തന്നെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റി അല്ലേ? നെഗറ്റിവിറ്റി അല്ല, നമ്മൾ അതിലത്തെ സത്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അല്ലാണ്ട് ഇതിങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫാമിലിക്ക് എഫക്ട് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മറ്റവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവരപ്പോ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഡിഫൈൻ സീരിയലിലെ വില്ലത്തി പെണ്ണുങ്ങൾ. വില്ലത്തി ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇടം കിട്ടും എന്നുള്ളതാണ്. ആണല്ലേ? അവിടെ അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ വില്ലത്തി ചെയ്യുന്നവർക്കാണ് ഇപ്പൊ അവാർഡുകളും അവരുടെ പുറകെയാണ് നമ്മുടെ ചാനലും ബാക്കി മീഡിയാസും ഒക്കെ അതിന്റെ പുറകെയാണ്. ഇത്രമാത്രം വില്ലത്തികൾ സത്യത്തിൽ സമൂഹത്തിലുമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഷാൻ ഒരു വില്ലത്തിയും കാണുന്നില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അത് ഈ റൂമിൽ തന്നെ ഇരിക്കണുണ്ട്. ഷാനെ ഈ ക്ലബ് ഓഫ് എമ്മിന്റെ ഈ റൂമിൽ വിട്ടൊരു ലോകമുണ്ട്. സീരിയലിൽ കാണുന്ന പാവങ്ങളായ ആണുങ്ങൾ അടുത്ത ക്ലീഷേ. ആണുങ്ങൾ പാവങ്ങൾ, ശരിയാ, പെണ്ണുങ്ങൾ വില്ലത്തികൾ. അങ്ങനെ അതെന്താ? അതൊന്ന് മാറ്റിമറിക്കണം നമുക്ക്. കാരണം ഇന്നത്തെ പത്രം എടുത്ത് നോക്കുമ്പോ അറിയാം, അയാളെ വെട്ടിക്കൊന്നു, സ്കൂട്ടറിൽ തള്ളിയിട്ട് കൊന്നു ഭാര്യയെ. ഇങ്ങനെ ദുഷ്ടത്തരങ്ങളുടെ ലിസ്റ്റാണ് ഇങ്ങനെ കിടക്കുന്നത്. ദുഃഖപുത്രി എന്ന ടൈറ്റിലിന് സീരിയലിന് എത്രത്തോളം സ്ഥാനമുണ്ട്? ഞാൻ ഉണ്ടായിരുന്നു എന്റെ ഒരു ഹീറോയിൻ കാലഘട്ടമില്ല, അവിടെ ഫുൾ ദുഃഖപുത്രി ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. എന്റെ എന്തോ ഒരു ഇത് വന്നാലും അതിലൊക്കെ ദുഃഖപുത്രി, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നായിക അങ്ങനെ ദുഃഖം എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോ മാറിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ദുഃഖപുത്രി ഈ തിങ്കളാഴ്ച മുതൽ രാത്രി 9 മണിക്ക്. എങ്ങനെയാണ് ഈ ദുഃഖപുത്രി വരുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ഒരു വലിയ വില്ലത്തിരിക്കുന്നുണ്ട്. അമ്മായിയമ്മയാവാം, നാത്തൂനാവാം, അങ്ങനെ കുറെ ഭദ്രകാളികൾ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടെ പാവാവുന്നത്. സത്യത്തിൽ സീരിയൽ ആക്ടറായി പിന്നെ ഇടയ്ക്കെങ്കിലും തോന്നുന്നില്ലേ, അയ്യേ മതിയ ഇതെന്തേ ഇത്, ഞാൻ എന്തേ ചെയ്തോണ്ടിരിക്കണെന്ന്? അങ്ങനെ ഒരിക്കലും അങ്ങനെ പുച്ഛിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതായത് ഞാൻ ചെയ്തു അത് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു മൊണോട്ടനസ് നമുക്ക് ഫീൽ ചെയ്യുന്നിട്ടുണ്ട്. ഇത് ചെയ്തു പോയത് എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എന്നുള്ളൊരു ആക്ട്രസ് ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇന്നിപ്പോ ഈ നിൽക്കുന്നത്, ഞാൻ ഇവിടെ വരെ വന്ന് നിൽക്കുന്നില്ല, ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ ആയത് ഞാൻ എന്തെങ്കിലും ചെയ്തിപ്പോ എന്തെങ്കിലും കഥാപാത്രം ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇനി എനിക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇവിടെ ഇവരെ വെറുപ്പിക്കുന്നവരെ നിൽക്കണം എന്നൊന്നും ആഗ്രഹമില്ല. എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫിലിമിൽ നല്ല കഥാപാത്രങ്ങൾ, എന്താ പറയാ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എന്റെ ഇനിയുള്ള ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്റെ കൂടെ ഉള്ളത് ബീന ആന്റണിയാണ് ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫാൻ ആക്ടർ ബീന ആന്റണിയുടെ കൂടെ ഒരു ഷോ. ദിസ് ഇസ് സ്റ്റാർ ജാം ആൻഡ് എന്റെ പേര് ഷാൻ. വെൽക്കം ബാക്ക് ടു മൈ ഷോ മാം. ചൂസ് വൺ. ചില മന്ത്രിമാർ പറയുന്നു ടിവിക്ക് സെൻസർ ബോർഡ് വേണമെന്ന്. സെൻസർ ബോർഡ് ശരിക്കും വേണ്ടത് എവിടെ, സിനിമയ്ക്കോ അതോ ടിവിക്കോ? ടിവിക്ക് സെൻസർ ബോർഡ് വേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെന്നാ അതിൻ്റെ അകത്ത് ഒരു മോശമായിട്ടുള്ള ഒരു സീൻസോ, അല്ലെങ്കിൽ ഞാൻ തന്നെ എത്ര വർഷമായിട്ട് അഭിനയിക്കുന്നു, ഹീറോയിനായിട്ട് ഇത്രയും വർഷം നിന്നിട്ട് ഒരു ബോഡി ടച്ചിങ് സീൻ പോലും ഞാൻ ഒരിക്കലും ഒരാളുടെ കൂടെയും അഭിനയിച്ചിട്ട്. ടിവിയില് ഒരിക്കലും സെൻസർ ബോർഡ് വേണ്ട. സീരിയലിൽ പോട്ടെ, ടിവിയിലെ പല ഷോസിനും സെൻസർ ബോർഡ് വേണ്ട. ടിവിയിലെ ചില ഷോസിനൊക്കെ വെച്ചാൽ കൊള്ളാം. ഈ ആരോപണങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയണം. ചില സീരിയൽ നടിമാരാണ് സിനിമ സെൻസർ ചെയ്യാൻ ഇരിക്കുന്നത്. അയ്യോ, അതിലിപ്പോ എന്താ, അതിനകത്ത് ഞാൻ നോ കമന്റ്സ്. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. നോ കമന്റ്സ്. നാളെ സിനിമ സെൻസർ ചെയ്യാൻ ബീന ആന്റണിയെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോവില്ല. ഞാൻ അതിനുള്ള ആളായിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താ സെൻസർ ചെയ്യാനായിട്ട്? ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയാം. സീരിയൽ ആക്ടേഴ്സ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അഭിനയിച്ച് കാണിക്കുന്നു. ഒരു നടിക്ക് ഒരു റിയാലിറ്റി ഷോയില് മികച്ച നടനാവാൻ അഭിനയിച്ച് കാണിക്കേണ്ടി വരുന്നതിന്റെ ഒരു വിരോധാഭാസം. ശരിയാണ്, അത് ഭയങ്കര മോശം. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി തെളിയിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ബീന ആന്റണി അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയത്തിനല്ല ശരിക്കും പറഞ്ഞു. നമ്മളവിടെ വിളിക്കുന്നതെന്ന് അറിയാമോ, എന്റർടൈൻമെന്റ് ഷോ എന്ന് പറഞ്ഞാണ് നമ്മളെ വിളിക്കുന്നത്. ഡാൻസ്, മറ്റേ പാട്ട്, അങ്ങനെയുള്ള മേഖലകളൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊന്നും ആ ഏരിയയിലൊന്നും നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ഇവര് ഇതും വെക്കും, ഈ അഭിനയം കൂടി വെക്കും. അതിന്റെ വിഷമം തോന്നിയിട്ടില്ലേ? ഒരു 21 വർഷം ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ടറിന്റെ അടുത്ത് ഇനി സ്റ്റേജിൽ നിങ്ങളൊന്ന് ആക്ട് ചെയ്ത് കാണിക്കൂ, നിങ്ങളുടെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തട്ടെ എന്ന് 3 ജഡ്ജസ് ഇരുന്ന് പറയുന്നു. അത് ജഡ്ജസ് പറയുന്ന ഇപ്പൊ ലളിത ചേച്ചിയെ പോലത്തെ ഒരാളോ അവരൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ വന്ന കുട്ടികളൊക്കെ നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഇതന്നെ അഭിനയം എന്താണെന്ന് അറിയില്ല, യാതൊരു രീതിയിലും. എന്താ പറയാ, വളർന്നു വരുന്ന കുട്ടികൾ. അത് നല്ല രസമുണ്ടായിരുന്നു ബിൻ ചേച്ചി ആ ചെയ്തത്. എങ്ങനെ നിങ്ങളൊക്കെ പെർഫോം ചെയ്തെന്നൊക്കെ പറയണൊക്കെ വേണ്ടല്ലോ, കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ. ഒരു സീനിയോറിറ്റി കോംപ്ലക്സ് അടിച്ചിട്ടുണ്ട് കുറച്ച്, അന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. എന്റെ കൂടെ ഉള്ളത് ബീന ആന്റണിയാണ് ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫാൻ. Star Jam.
RJ Sean. ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ബീന ആന്റണിയുടെ നെയിം ബീന ആന്റണി. ഏജ് അയ്യടാ ഡാഷ്. മാസം പറയാം. മാസം പറയൂ. 25th ജൂൺ. 25th ജൂൺ 19 ഡാഷ് വെയിറ്റ് 75 kg. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയിട്ടില്ല. പ്രീ ഡിഗ്രി പാസ്സായോ? പാസ്സൊക്കെ പാസ്സായിട്ട് ഞാൻ പോളിടെക്നിക്കിൽ ഞാൻ ഇതിന് ചേർന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഒരു ഇത് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം നിർത്തി. സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ ചേർന്നതാ. പക്ഷെ അവിടെ നിന്ന് ഞാൻ പിന്നെ ഫിറ്റ്. അഭിനയിക്കാൻ പഠിപ്പ് വേണം വേണ്ട, ഏത് ചൂസ് ചെയ്യും? അഭിനയിക്കാൻ അത്യാവശ്യം നോളജും കൂടെ വേണം, പഠിപ്പ് വേണം തീർച്ചയായിട്ടും. കാരണം ഒരു വിവരം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. +2 കഴിഞ്ഞ് അഭിനയിക്കാൻ വരുന്ന അഭിനേതാക്കളുടെ എന്താ പറയാനുള്ളത്? ഇനി പഠിക്കണം നിങ്ങൾ. എനിക്ക് മിസ്സായതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അന്ന് എന്റെ അഹങ്കാരമാണ്. പക്ഷെ അന്ന് പഠിക്കാനും ഭയങ്കര മോശമായിരുന്നില്ലേ? ഒരിക്കലും പറയരുത്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. SSLCക്ക് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്റെ മനസ്സ് പിന്നെ അഭിനയത്തിന്റെ ക്രേസ് ആയി. പിന്നെ അങ്ങോട്ട് എന്റെ ആദ്യത്തെ പ്രണയം ഡാഷ് പ്രായത്തിലായിരുന്നു. കോളേജിലായിരുന്നു. അതാരായിരുന്നു? വിനയചന്ദ്രൻ. അന്നത്തെ UUC കൗൺസിലർ ആയിരുന്നു. കോളേജിൽ പെട്ടെന്ന് നോട്ട് ചെയ്യപ്പെട്ട ഒരു സുന്ദരിയായിരുന്നു. എന്നെ ഇഷ്ടമൊക്കെ ആയിരുന്നു. ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അവരൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇഷ്ടമുള്ള കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും, എനിക്ക് ഈ ഇത് പ്രാന്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുത്തന്റെ പുറകെ കിടക്കുകയായിരുന്നു. അന്നൊരു ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. എനിക്ക് ആ കഥ ഒന്നുകൂടി കേൾക്കണം. അയ്യോ, പ്രീ ഡിഗ്രിക്ക് ഒരു വിഷയം പോയിട്ട് ഞാന് ഞാൻ തോൽവി അറിഞ്ഞിട്ടേ ഇല്ല ലൈഫിൽ. പ്രേമമുണ്ട്. ഏതിലാ തോറ്റത്? കെമിസ്ട്രി. എന്നിട്ട് പക്ഷെ ആ റിപ്പോർട്ടും കൊണ്ട് എനിക്ക് വീട്ടിൽ ചെല്ലാനുള്ള ധൈര്യമില്ല. ഞാൻ ആ റിപ്പോർട്ട് എടുത്ത് എന്ത് ചെയ്യണം? വീട്ടിൽ പോണോ നേരെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണേ. ശ്രദ്ധിക്കുക, പിന്നെ ഈ കഥ പണ്ടത്തെ കഥയാണ്. ഈ കഥ പൊട്ടി പാളീസായ കഥയാണ്. അതുകൊണ്ട് ഇതാരും അനുകരിക്കരുത്. എന്നുവെച്ചാ ഇപ്പൊ എനിക്ക് ഓർത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം അന്നത്തെ മണ്ടത്തരാണ് ഞാൻ പറയുന്നത്. എന്റെ വീട്ടിൽ ഇതുകൊണ്ട് ഈ പ്രോഗ്രസ് കാർഡും കൊണ്ട് ചെല്ലാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ വേദന വരണ വഴിക്ക് ഒരു പാലമുണ്ട്. ആ പാലത്തിൽ ഇറങ്ങി വെള്ളത്തിലേക്ക് ചാടിയാലോ എന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, അവിടെ ഫുൾ ആളുകളെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആദ്യത്തെ ആത്മഹത്യ പാലത്തുനിന്ന് താഴെ ചാടിയാ എന്ന് വിചാരിച്ചു. ആ പുഴയിലേക്ക് ചാടാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പേടി, വെള്ളം കുടിച്ച് മരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ കുറെ കൂടി ചെന്നപ്പോ റെയിൽവേന്റെ അവിടെ ക്രോസ് ചെയ്യണേ. അവിടെ അങ്ങോട്ട് ഇറങ്ങി റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. വന്നിടിക്കട്ടെ എന്ന് വിചാരിച്ചു നടക്കുകയാണ്. കുറെ നടന്നിട്ടും ട്രെയിൻ വരുന്നില്ലെന്ന് ചോദിച്ചു. നടന്ന് കുറെ കഴിഞ്ഞപ്പോഴേ ആൾക്കാർ കണ്ടു എന്നെ ഇങ്ങനെ. അപ്പൊ എന്റെ ഒരു കസിൻ കണ്ടിട്ട് പുള്ളി എവിടെ നിന്നോ ആൾക്കാരൊക്കെ പറഞ്ഞറിഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടിരുത്തി. ഈ ആത്മഹത്യാ ശ്രമം ആൾക്കാർ മൊത്തം അറിഞ്ഞു. അന്ന് കുറച്ചറിഞ്ഞു. ഒരു നടിയുടെ ആത്മഹത്യാ ശ്രമം. അതെ, ഇത് നടിയുടെ അല്ല, അതൊരു കോളേജ് ഗേളിന്റെ ആയിരുന്നു അന്ന്. എന്റെ കൂടെ ഉള്ളത് ബീന ആന്റണിയാണ്. ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. എന്റെ കൂടെ ബീന ആന്റണി ഉണ്ട്, ആക്ട്രസ്, ദ വെരി പോപ്പുലർ, വെരി സീനിയർ ആക്ട്രസ്. വെൽക്കം ബാക്ക് ടു മൈ ഷോ മാം. താങ്ക് യു. 10 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ജസ്റ്റ് സേ ട്രൂ ഓർ ഫാൾസ് ആൻഡ് വൈ. ഓക്കെ. ഒരിക്കൽ ഞാൻ സീരിയൽ ആക്ടിംഗ് നിർത്തും. ഫോൾസ്. ഒരിക്കലും നിർത്തില്ല. പിന്നെ സീരിയൽ ഇൻഡസ്ട്രി നിന്നാൽ ഞാൻ എന്റെ അഭിനയം നിൽക്കും. നായികയുടെ കൂട്ടുകാരി ആയതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. അബ്സല്യൂട്ട്ലി ട്രൂ. അതെന്താ? ഞാൻ ഫസ്റ്റ് ഫിലിമിലൊക്കെ അങ്ങനെയല്ലേ, ആദ്യം എന്ത് വിളിക്കുന്നതൊക്കെ നായികയുടെ കൂട്ടുകാരി. ഒക്കെ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കിയില്ല. അന്ന് നായികയായിട്ട് പോകുന്നുള്ളൂ ശബ്ദം പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിലിരുന്നേനായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. നായികയുടെ കൂട്ടുകാരി ട്രീറ്റ് ചെയ്യുന്നത് നായിക ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അയ്യോ, തീർച്ചയായിട്ടും. എങ്ങനെയത്? നായിക എന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മളൊക്കെ ആ പരിസരത്തേക്ക് പോകുന്നു. നമ്മൾ ആ ഷോട്ട് എടുക്കുമ്പോ കാണും, പിന്നെ നായിക കാണുന്നില്ല. ഷോട്ട് എടുക്കുമ്പോ കൂടെ നടക്കാൻ മാത്രമാണ് അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്. പിന്നെ വിഷമം തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ? അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഗൗതമിയുടെ കൂടെ ഞാനൊരു ഫിലിം ചെയ്തേ, സുകൃത. അപ്പൊ ഗൗതമി എന്റെ അടുത്ത് ചോദിച്ചു, ബീന എന്തിനാ ഇങ്ങനത്തെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്? അതുപോലെ നാടുവാഴികളിലെ ഹീറോയിൻ ഇല്ലേ രൂപിണി ഗൗതമിയൊക്കെ ശരിക്കും പറഞ്ഞ ഞാൻ അഭിനയിക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താ ബീന ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യണം? നല്ല കഥാപാത്രം നന്നായിട്ട് ചെയ്യാൻ അറിയാലോ. ഞാൻ പിന്നെ സിനിമയെ നിർത്തി. ഞാൻ പിന്നെ നേരെ സീരിയലിൽ പോയിട്ട് ഹീറോയിൻ കഥാപാത്രങ്ങൾ കിട്ടി അതിലങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഞാൻ കുറെ ദ്വയാർത്ഥങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ട്. ബീന ആന്റണി ഭയങ്കര ബോൾഡ് ആയതുകൊണ്ടാണ് അതൊക്കെ ഫേസ് ചെയ്യുന്നത്. അത് തിരിച്ചു പറയാനൊന്നും നമ്മൾ അവരൊക്കെ ഒരേ തട്ടിലായി പോകും. നമ്മളൊന്നും പറയുന്നവൻ അവന്റെ സ്റ്റാൻഡേർഡിനും അവന്റെ രീതിയിലേക്കും അവർ പറയുന്നു. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ പോവാ. ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ. മലയാളികൾ മാത്രം താമസിക്കുന്ന ആ ഹൗസിൽ എന്നെയും ക്ഷണിച്ചിരുന്നു.
വിളിച്ചിരുന്നു താമസിക്കാൻ? ഓഫ് കോഴ്സ് വിളിച്ചിരുന്നു. ഞാൻ പോയില്ല. നമ്മുടെ കുടുംബം വിട്ടിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ എന്റെ കുഞ്ഞിന് ഒരു ദിവസം പോലും ഒരു ദിവസമൊക്കെ ഫുൾ അവന്റെ വിശേഷം അറിയാതെ, എന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ എത്ര കോടി തന്നാലും ഞാൻ പോവില്ല. ഇനി അടുത്ത സീസണിൽ വീണ്ടും വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവില്ല. അത് മാത്രമല്ല, ഞാനിപ്പോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഷാന അത് എന്താണ്. ഷോ എന്റെ അമ്മ, എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഷോയിൽ പോയിട്ട് നിൽക്കാൻ. എനിക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ഷോയില് ഇനിയും വരില്ലേ വിളിച്ച? ഏത് ഇങ്ങനത്തെ ഒരു ഷോയില്? ഈ ഷോയില് തീർച്ചയായിട്ടും വരും. സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഉണ്ട് ബീന ആന്റണി. ടൺ കണക്കിന് ഫൺ. ഹായ്, ഞാൻ ബീന ആന്റണി. സ്റ്റാർ ജാമിൽ ഷാന്റെ ഒപ്പം ഇപ്പൊ ഞാനാണേ. Star Jam with RJ Sean. പല ഉന്നതരുമായിട്ട് സീരിയൽ ഫിലിം സ്റ്റാർസിന് പരിചയമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. സത്യത്തിൽ ബീന ആന്റണിക്ക് ഉന്നതരുമായിട്ട് ഫിലിം സ്റ്റാർസ് ഉന്നതരുമായി പരിചയമുണ്ടോ? എനിക്ക് പരിചയപ്പെടണമെന്നും ആഗ്രഹമില്ല. ഞാനിപ്പോ അതിലെന്ത് മണ്ടത്തരമുണ്ട്. ഇപ്പൊ ഷാൻ എത്രയോ ഉന്നതരുമായിട്ട് പരിചയമുണ്ട്. അത് തെറ്റാണോ? അത് ഒരു സ്ത്രീക്ക്, ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷന് പോയി. ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോ അതിന്റെ അകത്ത് ഒരു മന്ത്രി ഉണ്ട്. ആക്ച്വലി എനിക്ക് ആ പുള്ളിയുടെ ഫേസിലേക്ക് നോക്കാൻ പേടിയായിരുന്നു. ഞാൻ ഒരു ഓരത്ത് ഇങ്ങനെ എന്തറിയോ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു. എന്നെ വിഷ് ചെയ്തു പുള്ളി. അപ്പൊ എന്റെ അടുത്ത് ഒരു കുശലം ചോദിച്ചു. അയ്യോ മാം, ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല സാർ, ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് ഓൾ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഒരു സ്ഥലത്ത് കൂടെ. പക്ഷെ നാളെ അത് വീഡിയോ ആയിട്ട് വരും. എന്തൊരു സത്യത്തിൽ എനിക്കുണ്ടല്ലോ ദൈവമേ, ഇതിന്നൊന്ന് വേഗം ആ ഫംഗ്ഷനും കഴിഞ്ഞൊന്നു. പിന്നെ വലിയൊരു നല്ലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് കഴിവില്ലാത്ത മറ്റേ എന്താണ് കിഡ്നിയൊക്കെ ഫെയിലിയർ ആയ ഒരു കുട്ടിക്ക് ഉള്ള ഒരു ഇതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു അങ്ങനത്തെ ഒരു നല്ലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട്. പക്ഷെ എനിക്കെന്നാലും സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. കാരണം അങ്ങേരോട് ഒരു നല്ല വാക്ക് സംസാരിക്കാനൊക്കെ, കാരണം തെറ്റായിട്ട് നാളെ വ്യാഖ്യാനിക്കും. ബീന ആന്റണിക്ക് ആ മന്ത്രിയായിട്ട് ബന്ധം എന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതരെ കണ്ടാൽ തന്നെ പേടിയാണ് ഇപ്പോ. സത്യമായിട്ടും പേടിയാണ്. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ നാളെ വ്യാഖ്യാനിക്കുന്നേ അത്. രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകളും ഒരുപാട് സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയവും സീരിയലും തമ്മിലുള്ള ബന്ധം വല്ല ബന്ധമുണ്ടോ? എന്റെ ദൈവമേ, രാഷ്ട്രീയവും സീരിയലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അത് തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ നോക്കണ്ട. ഈ ചിരിയുടെ ഉടമയുടെ പേരാണ് ബീന ആന്റണി ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ആക്ട്രസ് ബീന ആന്റണി ഓൺ സ്റ്റാർ ജാം. സീരിയലിനെക്കാളും ഫേമസ് ഇപ്പൊ സീരിയൽ താരങ്ങളാണ്. വന്നപ്പോ തുടങ്ങി ഇത് പറയുന്നു കേട്ടോ. ഓക്കെ. ബട്ട് എന്റെ ക്വസ്റ്റ്യൻ, ഇതിൽ വിഷമം തോന്നണല്ലേ? അതിലെന്തിനു വിഷമിക്കുന്നു ഷാൻ? ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് അനങ്ങി തുമ്മി എന്നൊക്കെ പറഞ്ഞാലും ഉടനെ തന്നെ സീരിയൽ നടി. മെയിൻ ഹെഡിങ് അതാണ്. സീരിയൽ നടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ സംഭവിക്കുന്ന അറിയാവോ? ചിലപ്പോ ഏതെങ്കിലും ഒരു സീരിയലിന്റെ മൂലയ്ക്ക് കൂടെ ആ കുട്ടി പോയിട്ടുണ്ടാവും. സീരിയൽ നടി ഇന്നത്, സീരിയൽ നടി മറ്റേത്, സീരിയൽ നടി ഇത് മറ്റേത് എന്നും പറഞ്ഞ ഒരു 1000 തലക്കെട്ടിൽ സീരിയൽ നടിയെ ചേർക്കും. പക്ഷെ ഇത് ഏതാണ് ഈ സീരിയൽ നടി? എന്നെ സംബന്ധിച്ച് പണ്ട് ഇതുപോലെ എന്റെ ഒരു ഇത് വന്നു. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു അപവാദം വന്നു ഒരു വേറൊരു മാഗസീനിൽ. മീൻസ് നല്ല മാഗസീൻ, ഒരു പൈങ്കിളി മാഗസീനിൽ. പക്ഷെ അത് ഭയങ്കര സ്പ്രെഡ് ചെയ്ത്. അന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആക്ട്രസ് ആണ് ഞാൻ. പേരൊന്നുമില്ല, എറണാകുളത്തുള്ള ഏറ്റവും സീരിയലില് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അവര് എന്താണ് ലുങ്കിയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെയാണ് ഇന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്റെ സത്യം ഞാൻ പറയാം. ഞാൻ അലുമിനിയം അതിന്റെ ആഡ് ഞാൻ ചെയ്തിരുന്നു. അലുമിനിയം കമ്പനിയുടെ ഒരു ആഡ് ഒരു വലിയൊരു മാഗസീനിൽ അതിന്റെ വലിയ സെന്റർ സ്പ്രെഡ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അലുമിനിയം ആ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ആയിട്ട് വന്നിരുന്നു. ലുങ്കിയാണ് അതിന്റെ വേഷം. ലുങ്കിയും തോർത്തും മുണ്ടും ആണ് വേഷം. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചു. പിന്നെ ഏറ്റവും ഫേമസ് ആക്ട്രസ് ഞാനല്ലേ എറണാകുളത്ത്, വേറെ ആരുമില്ല. അപ്പോ എല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് എന്റെ പേരെങ്ങടെ അതിലേക്ക് ആണല്ലോ ഉറപ്പിച്ച് ഇങ്ങേരാണ് ഇതെന്ന് പറഞ്ഞു. വിവാദം എനിക്ക് പറയാൻ പോലും അത് ചമ്മലാണ്. വിവാദമാണ്. പക്ഷെ ഇപ്പോ ഇന്നത്തെ കാലത്ത് സീരിയൽ നടി എന്ന് പറയുമ്പോൾ ബീങ് എ മെമ്പർ ഓഫ് ദാറ്റ് ഫ്രട്ടേണിറ്റി എന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. കാരണം ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ എനിക്ക് ഞാൻ പറയാവുന്നത് തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പല ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ പലരും പല ആറ്റിറ്റ്യൂഡും പല ക്യാരക്ടറും പല സർക്കംസ്റ്റൻസിൽ വന്നവരും ഒക്കെയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ TV ഫിലിമിലുള്ളവരൊക്കെ എല്ലാം ഭയങ്കര മറ്റേ പരിശുദ്ധകളായിരിക്കണം, അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇവരെല്ലാവരും മൊത്തത്തിൽ മറ്റേ TV സീരിയൽ നടിമാർ മൊത്തം മോശമാണ് എന്നുള്ള രീതിയിൽ ഹെഡ്ലൈൻ ചെയ്ത് വരുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. സീരിയൽ നടി അറസ്റ്റിൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ വേറെ രീതിയിൽ അതിനെ ആ കുട്ടിയുടെ പേര് എഴുതിക്കോളൂ നിങ്ങൾ. എത്ര അന്തസ്സുണ്ട് ആ ചെയ്ത അവരെ അനുഭവിക്കട്ടെ.
ഈ സീരിയൽ നടി എന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിനെ കൊടുത്തത്? അപ്പൊ എന്താ മൊത്തത്തിൽ ആളുകൾക്കൊരു ഇമേജ് ഉണ്ടാക്കണം. ഈ സീരിയൽ നടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയാണ്. അതെ, അവർക്ക് വേറെ ഒരു തൊഴിലും ഇല്ല, ഈ ഒരു തൊഴിലും മാത്രമായിട്ട് നടക്കുന്നവരാണെന്നാണ് മൊത്തത്തില് ഇമേജ് ഉണ്ടാക്കണം. എന്റെ കൂടെ ഉള്ളത് ബീന ആന്റണിയാണ് ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. ബീന ആന്റണി എന്ന സീനിയർ മോസ്റ്റ് ആക്ട്രസിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ. യു ആർ അണ്ടർ അറസ്റ്റ്. ആർ യു റെഡി? യാ. You are under arrest. ഗോഡ്ഫാദർ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ സിനിമയാണ്. യോധ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്ന സിനിമയാണ്. ഇത് രണ്ടിലും ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബീന ആന്റണി. അത് രണ്ടിലും വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിന്റെ ഒരു ഭാഗമായി. ഉപ്പാണെങ്കിലും അവിടെ കിടന്നോട്ടെ. ആ ഉപ്പിനൊരു ഉപ്പ് ഫാക്ടറി ആകാമായിരുന്നില്ലേ? ആവായിരുന്നു. ഒരു ഉപ്പുംചാക്ക് ആകാമായിരുന്നു. ഉപ്പുംചാക്കൊക്കെ ആയി ഞാന്. തുടക്കകാലത്ത് 2 ബിഗ് ഹിറ്റ്സിൽ ബീന ആന്റണി മെമ്പറായി. പക്ഷെ പിന്നീട് ബീന ആന്റണി എന്നുള്ള പേര് ബിഗ് ആയില്ല സിനിമയ്ക്കകത്ത്. ഞാൻ ഇനി വെറുതെ ഇങ്ങനെ സൈഡിൽ മാറി നിന്നിട്ട് എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഇങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ടിവിയിൽ നിന്ന് വരികയും ചെയ്തു. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഇത് ചൂട് പിടിച്ചിട്ടായിരിക്കാം എനിക്ക് അവിടെ നിന്ന് നല്ല ഓഫേഴ്സ് വന്നു. അപ്പൊ പതുക്കെ ഞാൻ അതിലേക്ക് ചൂട് മാറി. ബീന ആന്റണി എന്ന ആക്ട്രസ് എന്തെങ്കിലും ഒരു കാര്യം തിരുത്തി എഴുതിയിരുന്നെങ്കിൽ സക്സസ്ഫുൾ ആയി ഭയങ്കര മലയാളത്തിലെ പോപ്പുലർ TV ആക്ട്രസിനെക്കാളും വലിയൊരു സിനിമ ആക്ട്രസ് ആയി മാറുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ചിലപ്പോ ഞാൻ എന്താണ് ഇതിലേക്ക് വരാതെ അവിടെ തന്നെ ചിലപ്പോ നിൽക്കുകയാണ്, ഞാൻ ഇതിന് നിൽക്കാം, എനിക്ക് എന്റെ സമയം വരും, ഞാൻ ഇനിയും ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ നിന്ന എന്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. എന്റെ കൂടെ വന്ന കുറെ പേരൊന്നും ഇല്ല ഇൻഡസ്ട്രിയിൽ, എങ്കിലും 1-2 പേരൊക്കെ സിനിമ തന്നെ എയിം ചെയ്ത് നിന്ന് അവരിതിന് പതുക്കെ മാറി അതില് നല്ല പേരെടുത്ത ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. നായിക ആകാമായിരുന്നു. അപ്പൊ നായിക ആയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നായിക എന്നൊക്കെ കൂടുതൽ എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ നായിക ആയിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. യെസ്. പക്ഷെ നായികക്ക് മേക്കപ്പ് ഉണ്ട്, കൂട്ടുകാരിക്ക് മേക്കപ്പ് ഇല്ല, അങ്ങനല്ലേ? ആശാൻ അവർക്ക് മേക്കപ്പ് ഉണ്ടാവില്ല, ലിപ്സ്റ്റിക് പോലും ഇടാൻ പറ്റില്ലല്ലോ. അയ്യോ, അവര് അന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ആരിപ്പോ ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നു? കൂട്ടുകാരിക്ക് മേക്കപ്പ് ഉണ്ടോ ലിപ്സ്റ്റിക് ഉണ്ടോ എന്നൊക്കെ ആര് നോക്കാൻ പോകും? നായിക എപ്പോഴും കൂട്ടുകാരിയേക്കാളും സുന്ദരിയായിരിക്കണം. ഉറപ്പായിട്ടില്ലെങ്കിൽ പോയല്ലോ, തീർന്ന്. അതാണ് ഉറപ്പ്. ഇത്തിരി കൂടി നല്ലാണ് ഈ പുറത്തുള്ള ഈ കൂടെ നിൽക്കണവരൊക്കെ ചോദിക്കേ, എന്തിനിപ്പൊ അതിനെ നായികക്കണ, ഈ കൊച്ചിനാക്കിയാ പോരായിരുന്നു നായിക. പക്ഷെ അത് ഭയങ്കര ബോറാട്ടോ എന്നൊക്കെ പറയും. ബീന ആന്റണി അറസ്റ്റ് ചെയ്തു, ഡൺ, ജാമ്യത്തിൽ വിടുന്നു. താങ്ക് യു. ഇതായിരുന്നു അറസ്റ്റ്. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. മലയാളം TV കണ്ടിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസിനോടൊപ്പമാണ് ഇന്ന് ഞാൻ സ്റ്റാർ ജാമിൽ സീറ്റ് ഷെയർ ചെയ്യുന്നത്. Her name is ബീന ആന്റണി. Thank you so much for being a part of the show. Thank you. Welcome, Shan. Tell me, how was Star Jam? എന്നെ കൊല വിളിച്ചു ഷാൻ. എന്നെ കുഴച്ചു, ശരിക്കും പറഞ്ഞാല് കുഴപ്പിച്ചു. ബീന ആന്റണി ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നത് ഇൻഡസ്ട്രിയിൽ? ഇനിയും ഒരുപാട് പുതിയ കഥാപാത്രങ്ങൾ വേണം. തീർച്ചയായിട്ടും. എന്താ കാര്യം അറിയോ, ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടില്ല ഷാൻ. കാരണം നാളത്തെ ഒരു തലമുറ സിനിമയെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ, അല്ലെങ്കിൽ എന്റെ മോൻ നാളെ വലുതായി ചോദിക്കും, അമ്മ എന്ത് ആർട്ടിസ്റ്റ് ആയിരുന്നു അമ്മ എന്താ ചെയ്തത്? ഒരു പ്രൂഫും എനിക്ക് കൊടുക്കാൻ. ഈ യോധയിലുള്ള മറ്റൊരു ചിരിക്കുന്ന ഷോട്ടോ അല്ലെങ്കിൽ ആ 1-2 സീനൊന്നും കാണിച്ചുകൊണ്ട് ഞാനൊരു ആക്ട്രസ്. കാരണം TV-യിൽ എത്ര ചെയ്താലും എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും ഒരു കാര്യമില്ല, ഒരു പ്രൂഫും ഇല്ല നാളത്തെ എന്റെ കരിയർ, നാളത്തെ എന്റെ ഭാവിയിൽ ആർക്കെങ്കിലും ഒരു പ്രൂഫായിട്ട് കാണിക്കാൻ. സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു നല്ല കഥാപാത്രമെങ്കിലും എന്റെ പേരോട് കൂടി ഇങ്ങനെ എഴുതി ചേർത്തിട്ട് വേണം എനിക്ക് എന്താ പറയാ കണ്ണടയ്ക്കാൻ. നാളെ ഹീറോയിൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഓഡിഷൻ ഒക്കെ വേണ്ടി വരുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോ നായികയുടെ കൂട്ടുകാരിയായിട്ടോ നായകന്റെ അനുജത്തിയായിട്ടോ ഒക്കെ ആയിരിക്കും വേഷം കിട്ടുക. ഒരു സീനിയർ നായകന്റെ അനുജത്തി എന്ന രീതിയിൽ, ഒരു പഴയകാല നായിക കൂട്ടുകാരി എന്ന രീതിയിൽ എന്താ അവർക്ക് കൊടുക്കാനുള്ള ടിപ്പ്? ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കണം, എനിക്ക് ഉണ്ടാവാതിരുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എന്നിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാവണം. ഞാൻ എന്താണ്, എനിക്ക് ചെയ്യാൻ കഴിയുമോ, അത് ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. എന്നിട്ട് പിന്നെ നമ്മൾ നിൽക്കാം. ഞാൻ ഏത് ലെവൽ നിൽക്കണം എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കണം. ഞാനൊരു കൂട്ടുകാരിയായിട്ട് നിൽക്കണോ, ഹീറോയിനായിട്ട് നിൽക്കണോ, ഞാൻ ഏത് ലെവലിലാണ് എന്റെ പൊസിഷൻ എന്ന് ഞാൻ മനസ്സിലാക്കണം. എന്ത് കിട്ടിയാലും കൂട്ടുകാരെ കിട്ടിയാൽ കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്യാം, നമുക്ക് ഇങ്ങനെ തുടങ്ങാം, ഇതൊരു കിട്ടുന്ന ചാൻസ് അല്ലേ, ചാൻസ് കളയണ്ട, അങ്ങനെ വിചാരിക്കുന്നത് ശരിക്കും ശരിയാണോ? അല്ല, ഒരിക്കലും ശരിയല്ല. ആ ഒരു ട്രാക്കിലേക്ക് പോവണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് കണ്ടോട്ട് വരികയാണെങ്കിൽ നമ്മൾ നല്ലൊരു ചാനലിൽ കൂടി തന്നെ വരാൻ നോക്കണം. നല്ലൊരു കഥാപാത്രമായിട്ട് നമ്മൾ കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കഴിവും സൗന്ദര്യവും ഉണ്ടോ, നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈസ് ഡിസിഷൻ
എടുക്കുക. ഇപ്പം ഞാൻ ചെയ്തതുപോലെ മറ്റേ കൂട്ടുകാരിയായിട്ടും അനുജത്തിയായിട്ടും ഒതുങ്ങി നിൽക്കാതെ മെയിൻ സ്ട്രീമിൽ നല്ല കരിയർ, നല്ല എന്താണ് പടുത്തുയർത്താൻ നോക്കുക. പക്ഷെ എനിക്കൊന്നും ഇപ്പോഴൊക്കെ ഉണ്ടോ കൂട്ടുകാരിയൊക്കെ? നായികക്ക് ഇപ്പോഴും കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? ഞാൻ കാണുന്നില്ല ആ പഴയ ഇതൊന്നും ഇല്ല ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ പഴയ പോലത്തെ കൂട്ടുകാരിയില്ല. അങ്ങനത്തെ കൂട്ടുകാരികൾ ഇപ്പൊ കൂട്ടുകാരികൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് ഇപ്പോ. മലയാളം TV കണ്ടിട്ടുള്ള സീനിയർ മോസ്റ്റ് ആക്ട്രസിന്റെ കൂടെ ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാൻ, താങ്ക് യു സോ മച്ച്. എനിക്കും അതെ, ഷാന്റെ കൂടെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. ഞാൻ വളരെ വളരെ എൻജോയ് ചെയ്തു. ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 കണക്കിന് ഫൺ.